വെൽക്കം ടു സ്റ്റഡി വിൻ PSC. നാളെ നടക്കുന്ന കൊച്ചിൻ ദേവസ്വം ബോർഡ്, കൂടൽമാണിക്യം ദേവസ്വം ബോർഡിലേക്കുള്ള LD ക്ലർക്ക് പരീക്ഷയുടെ പ്രീവിയസ് ഇയറിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവാര്? ഓപ്ഷൻ ബി EMS നമ്പൂതിരിപ്പാട്. 1.25 കോടി മലയാളികൾ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? EMS നമ്പൂതിരിപ്പാട്. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത? ഓപ്ഷൻ എ മേരി ക്യൂറി. നോബൽ സമ്മാനം നേടിയ ആദ്യ വനിത മേരി ക്യൂറി. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളുണ്ട്? ഓപ്ഷൻ സി 9. ഇന്ത്യൻ പാർലമെന്റിന്റെ ഉപരിസഭയായ രാജ്യസഭയിൽ കേരളത്തിൽ നിന്നും എത്ര അംഗങ്ങളുണ്ട്? 9. ലോകസഭയിലാണെങ്കിൽ 20 അംഗങ്ങളാണ് ഉള്ളത്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ലോകസഭയിലാണെങ്കിൽ കേരളത്തിൽ നിന്ന് 20 അംഗങ്ങളാണുള്ളത്. ഓക്കെ. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏത്? ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. പ്രധാനമന്ത്രി ചാൻസലറായിട്ടുള്ള ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാല ഏത്? വിശ്വഭാരതി സർവകലാശാല. നീതി ആയോഗിലെ NITA പൂർണ്ണരൂപം എന്ത്? ഓപ്ഷൻ ഡി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗിലെ NITA പൂർണ്ണരൂപം എന്ത്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വയ്ക്കുക. നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1-നാണ്. 1576 നടന്ന ഹാൽഡിഘട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? ഓപ്ഷൻ ബി റാണ പ്രതാപും അക്ബറും തമ്മിൽ. 1576 നടന്ന ഹാൽഡിഘട്ട് യുദ്ധം ആരൊക്കെ തമ്മിലായിരുന്നു? റാണ പ്രതാപും അക്ബറും തമ്മിൽ. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം 1795 പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആര്? ഓപ്ഷൻ എ ധർമ്മരാജ. തിരുവിതാംകൂറിന്റെ തലസ്ഥാനം 1795 പത്മനാഭപുരത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത് ആര്? ധർമ്മരാജ. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആര്? ഓപ്ഷൻ എ രാജ്നാഥ് സിംഗ്. ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി ആരാണ്? രാജ്നാഥ് സിംഗ്. ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? ഓപ്ഷൻ ഡി ജാർഖണ്ഡ്. ഹസാരിബാഗ് ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏത്? ഓപ്ഷൻ ബി കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ യുനെസ്കോ സാഹിത്യ നഗരം ഏതാണ്? കോഴിക്കോട്. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത് എന്ന്? ഓപ്ഷൻ എ ജനുവരി 16. ദേശീയ സ്റ്റാർട്ടപ്പ് ദിനം ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 16. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം? ഓപ്ഷൻ ഡി കേരളം. ഇന്ത്യയിൽ ആദ്യമായി പാലിയേറ്റീവ് കെയർ നയം രൂപീകരിച്ച സംസ്ഥാനം കേരളം. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ? ഓപ്ഷൻ എ കൈരളി. കേരള ഡിജിറ്റൽ സർവകലാശാല വികസിപ്പിച്ചെടുത്ത AI പ്രോസസ്സർ കൈരളി. കേരളത്തിൽ ആദ്യമായി ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല? ഓപ്ഷൻ സി ആലപ്പുഴ. കേരളത്തിൽ ആദ്യമായിട്ട് ജല ആംബുലൻസ് ആരംഭിച്ച ജില്ല ആലപ്പുഴ. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഓപ്ഷൻ എ ഇൻസ്റ്റാഗ്രാം. കാണാതാവുന്ന കുട്ടികളെ കണ്ടെത്താൻ സഹായിക്കുന്ന അലർട്ട് ഫീച്ചർ ലോഞ്ച് ചെയ്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണ്? ഇൻസ്റ്റാഗ്രാം. റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി
എംറബ്. റബ്ബർ ബോർഡ് പ്രോത്സാഹിപ്പിക്കുന്ന ഇലക്ട്രോണിക് ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്താണ്? എംറബ്. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര്? ഓപ്ഷൻ സി വീരാങ്കന ലക്ഷ്മിഭായി റെയിൽവേ സ്റ്റേഷൻ. ഉത്തർപ്രദേശിലെ ഝാൻസി റെയിൽവേ സ്റ്റേഷൻ്റെ പുതിയ പേര് വീരാങ്കന ലക്ഷ്മിഭായി റെയിൽവേ സ്റ്റേഷൻ. 2024 ഏപ്രിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം? ഓപ്ഷൻ ഡി വിഴിഞ്ഞം. 2024 ഏപ്രിലിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് കീഴിലെ ഇന്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ അംഗീകാരം നേടിയ തുറമുഖം വിഴിഞ്ഞം. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 നിയമിതനായ ഇന്ത്യക്കാരൻ രാകേഷ് മോഹൻ. ലോകബാങ്കിന്റെ സാമ്പത്തിക ഉപദേശക സമിതി അംഗമായി 2024 നിയമിതനായ ഇന്ത്യക്കാരൻ രാകേഷ് മോഹൻ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ആരാണ്? മുത്തയ്യ മുരളീധരൻ. ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയ ബൗളർ ആരാണ്? മുത്തയ്യ മുരളീധരൻ. അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ? ഓപ്ഷൻ ഡി വാഗ്ഭടാനന്ദൻ. അഭിനവ കേരളം എന്ന പത്രത്തിന്റെ സ്ഥാപകൻ വാഗ്ഭടാനന്ദൻ. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് ആര്? അടൽ ബിഹാരി വാജ്പേയി. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തതാരാണ്? അടൽ ബിഹാരി വാജ്പേയി. എന്നാണ്? 1998 മെയ് 17. ഈ ഡേറ്റ് എപ്പോഴും PSC പരീക്ഷകളിലും ദേവസ്വം ബോർഡ് പരീക്ഷകളിലും ചോദിക്കാറുണ്ട് കേട്ടോ, അതുകൊണ്ട് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 മലപ്പുറത്ത് വെച്ചാണ് കേട്ടോ. മലപ്പുറത്താണ് ഉദ്ഘാടനം ചെയ്തത്. ഓർത്ത് വെച്ചോണം. കുടുംബശ്രീ പദ്ധതി കേരളത്തിൽ ഉദ്ഘാടനം ചെയ്തത് 1998 മെയ് 17 മലപ്പുറത്ത് വെച്ചിട്ട് കേട്ടോ. ഉദ്ഘാടനം ചെയ്തതാരാണ്? അടൽ ബിഹാരി വാജ്പേയി. ഹരിതഗൃഹ വാതകം അല്ലാത്തത്? ഓപ്ഷൻ ബി ഹൈഡ്രജൻ. ഹരിതഗൃഹ വാതകം അല്ലാത്തത് ഹൈഡ്രജൻ ആണ്. അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോകപാലിൽ എത്ര അംഗങ്ങളാണ് ഉള്ളത്? ഓപ്ഷൻ ഡി 8. അഴിമതി വിരുദ്ധ അതോറിറ്റിയായ ലോകപാലിൽ എത്ര അംഗങ്ങളാണുള്ളത്? 8. ഭൂമിയുടെ ഏത് ഭാഗത്തിന് മുകളിലാണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? ഓപ്ഷൻ ബി അന്റാർട്ടിക്ക. ഭൂമിയുടെ ഏത് ഭാഗത്തിന് മുകളിലാണ് ഓസോൺ സുഷിരം ആദ്യമായി കണ്ടെത്തിയത്? അന്റാർട്ടിക്ക. സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? ഓപ്ഷൻ എ 124. സുപ്രീം കോടതിയുടെ രൂപീകരണവും ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏതാണ്? 124. റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായവർക്കും വീൽ ചെയറുകളും ബാറ്ററി കാറുകളും വോട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ ഡി യാത്രി മിത്ര സേവ. റെയിൽവേ സ്റ്റേഷനുകളിൽ അംഗപരിമിതർക്കും പ്രായമായവർക്കും വീൽ ചെയറുകളും ബാറ്ററി കാറുകളും വോട്ടർമാരുടെ സേവനവും സൗജന്യമായി ലഭ്യമാക്കാൻ ഇന്ത്യൻ റെയിൽവേ ആരംഭിച്ച പദ്ധതി യാത്രി മിത്ര സേവ. ഇന്ത്യ ഗവൺമെന്റ് വികസിപ്പിച്ചെടുത്ത പുതിയ COVID-19 വാക്സിന്റെ പേര്? ഓപ്ഷൻ എ സൈക്കോവ്-ഡി. ഇന്ത്യ ഗവൺമെന്റ് വികസിപ്പിച്ചെടുത്ത പുതിയ COVID-19 വാക്സിന്റെ പേര് സൈക്കോവ്-ഡി. ISROയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര്? ഓപ്ഷൻ സി ഗഗൻയാൻ. ISROയുടെ ആദ്യ മനുഷ്യ ബഹിരാകാശ യാത്രാ പദ്ധതിയുടെ പേര് ഗഗൻയാൻ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏത്? ഓപ്ഷൻ എ ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃത്രിമ തടാകം ഏതാണ്? ഗോവിന്ദ് ബല്ലഭ് പന്ത് സാഗർ. കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം? ഓപ്ഷൻ ബി കൊയിലാണ്ടി. കേരളത്തിലെ ആദ്യ കണ്ടൽ മ്യൂസിയം എവിടെയാണ്? കൊയിലാണ്ടിയിൽ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. സ്വർണത്തിന്റെ ആറ്റോമിക ചിഹ്നം ഏത്? ഓപ്ഷൻ എ AU. സ്വർണത്തിന്റെ ആറ്റോമിക ചിഹ്നം AU. പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത? ദീപ മാലിക്. പാരാലിമ്പിക്സിൽ മെഡൽ നേടിയ ആദ്യ ഇന്ത്യൻ വനിത ദീപ മാലിക്. കാറ്റിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി അനിമോളജി. കാറ്റിനെ കുറിച്ചുള്ള ശാസ്ത്രീയ പഠനം അറിയപ്പെടുന്നത് അനിമോളജി.
യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്? ഓപ്ഷൻ ഡി കർണാടക. യക്ഷഗാനം ഏത് സംസ്ഥാനത്തിന്റെ ക്ലാസിക്കൽ നൃത്തരൂപമാണ്? കർണാടകയുടെ. 2023 വയലാർ അവാർഡ് നേടിയ കൃതി ജീവിതം ഒരു പെണ്ടുലം. 2023 വയലാർ അവാർഡ് നേടിയ കൃതി ജീവിതം ഒരു പെണ്ടുലം. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അതും കൂടി ഓർത്തു വെക്കുക. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ് കേട്ടോ. അതുപോലെ 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. കൃതി കാട്ടൂർ കടവ്. 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിൽ. കൃതി കാട്ടൂർ കടവ്. 2025 വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാർ. കൃതി തപോമയുടെ അച്ഛൻ. ഓർത്ത് വയ്ക്കുക. 2023 വയലാർ അവാർഡ് നേടിയ കൃതി ജീവിതം ഒരു പെണ്ടുലം. 2023 വയലാർ അവാർഡ് ലഭിച്ചത് ആർക്കാണ്? ശ്രീകുമാരൻ തമ്പിക്കാണ് കേട്ടോ. 2023 വയലാർ അവാർഡ് ലഭിച്ചിരിക്കുന്നത് ശ്രീകുമാരൻ തമ്പി. അതുപോലെ 2024 വയലാർ അവാർഡ് ജേതാവ് അശോകൻ ചെരുവിലാണ്. കൃതി കാട്ടൂർ കടവ്. 2025 വയലാർ അവാർഡ് ജേതാവ് ഇ സന്തോഷ് കുമാറാണ്. കൃതി തപോമയുടെ അച്ഛൻ. ഓക്കെ, ഇതെല്ലാം പഠിക്കുക. 2023, 24, 25 വർഷങ്ങളിൽ പഠിക്കുക കേട്ടോ. പുരസ്കാരങ്ങൾ എന്ത് പഠിച്ചാലും അങ്ങനെ തന്നെ പഠിക്കുന്നതായിരിക്കും നല്ലത്. എഴുത്തച്ഛൻ പുരസ്കാരം, അതുപോലെ വയലാർ അവാർഡ് എല്ലാം അങ്ങനെ തന്നെ പഠിക്കുക. ഓക്കെ, വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആര്? ഓപ്ഷൻ ബി ടിം ബർണേഴ്സ്-ലീ. വേൾഡ് വൈഡ് വെബിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ടിം ബർണേഴ്സ്-ലീ. ജനറൽ മനോജ് മുകുന്ദ് നരവനെ ആരാണ് ഇന്ത്യയുടെ 28ാമത് കരസേനാ മേധാവി? ജനറൽ മനോജ് മുകുന്ദ് നരവനെ ആരാണ് ഇന്ത്യയുടെ 28ാമത് കരസേനാ മേധാവി? ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ധീരജ് സേത്താണ്. ഓർത്തു വെച്ചോണം കേട്ടോ. ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ധീരജ് സേത്ത്. ഓർത്തു വയ്ക്കുക, ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ധീരജ് സേത്ത്. ഇന്ത്യയുടെ 28ാമത് കരസേനാ മേധാവി ജനറൽ മനോജ് മുകുന്ദ് നരവനെ. ഇന്ത്യയുടെ നിലവിലെ കരസേനാ മേധാവി ധീരജ് സേത്ത്. ഓക്കെ, ഏത് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റും 2017 മുതൽ ഒരുമിച്ച് അവതരിപ്പിക്കാൻ ആരംഭിച്ചത്? ഓപ്ഷൻ ബി ബിബേക് ഡെബ്രോയി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം. ഏത് കമ്മിറ്റിയുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് റെയിൽവേ ബഡ്ജറ്റും കേന്ദ്ര ബഡ്ജറ്റും 2017 മുതൽ ഒരുമിച്ച് അവതരിപ്പിക്കാൻ ആരംഭിച്ചത്? ബിബേക് ഡെബ്രോയി കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം. VS അച്യുതാനന്ദന് 2026 ശുപാർശ ചെയ്യപ്പെട്ട പത്മ പുരസ്കാരം ഏതാണ്? ഓപ്ഷൻ സി പത്മവിഭൂഷൺ. VS അച്യുതാനന്ദന് 2026 ശുപാർശ ചെയ്യപ്പെട്ട പത്മ പുരസ്കാരം ഏതാണ്? പത്മവിഭൂഷൺ. പത്മ പുരസ്കാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 എതിരല്ലെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധി? ഓപ്ഷൻ സി ബാലാജി രാഘവൻ വെസ് യൂണിയൻ ഓഫ് ഇന്ത്യ. പത്മ പുരസ്കാരങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 18 എതിരല്ലെന്ന് പ്രഖ്യാപിച്ച സുപ്രീം കോടതി വിധി? ബാലാജി രാഘവൻ വെസ് യൂണിയൻ ഓഫ് ഇന്ത്യ. അവാമി ലീഗ് എന്ന ബംഗ്ലാദേശ് പാർട്ടിയുടെ പ്രധാന നേതാവ് ആരാണ്? ഷെയ്ഖ് ഹസീന. അവാമി ലീഗ് എന്ന ബംഗ്ലാദേശ് പാർട്ടിയുടെ പ്രധാന നേതാവ് ആരാണ്? ഷെയ്ഖ് ഹസീന. LMV-3 ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്താണ്? ISRO വികസിപ്പിച്ച വിക്ഷേപണ വാഹനം. LMV-3 അതായത് ലോഞ്ച് വെഹിക്കിൾ മാർക്ക് 3 എന്താണ്? ISRO വികസിപ്പിച്ച വിക്ഷേപണ വാഹനം.
കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാൾ മുഖ്യമന്ത്രിയായ വ്യക്തി? ഓപ്ഷൻ ബി ഇ.കെ. നായനാർ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നാൾ മുഖ്യമന്ത്രിയായ വ്യക്തി ഇ.കെ. നായനാർ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ സി സച്ചിൻ ടെണ്ടുൽക്കർ. പ്ലേയിങ് ഇറ്റ് മൈ വേ എന്ന പുസ്തകം ആരുടെ ആത്മകഥയാണ്? സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ. ചേരിചേരാ നയം ഇന്ത്യയുടെ വിദേശ നയമാക്കി മാറ്റിയ പ്രധാനമന്ത്രി ആര്? ജവഹർലാൽ നെഹ്റു. ചേരിചേരാ നയം ഇന്ത്യയുടെ വിദേശ നയമാക്കി മാറ്റിയ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്? ഓപ്ഷൻ എ 1951 മുതൽ 56 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് 1951 മുതൽ 56 വരെ കേട്ടോ. അതായത് ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോഴേ ഓർത്ത് വയ്ക്കാൻ ഒരു ക്ലൂ പറഞ്ഞുതരാം. ചിലർക്ക്, മിക്കവർക്കും അറിയാം, ചിലർക്ക് 1950 55 ആണോ എന്നൊരു കൺഫ്യൂഷൻ വരും. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ 51, ഒന്നാം പഞ്ചവത്സര പദ്ധതി 51 അങ്ങ് ഓർക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് എന്താണ്? 1951 മുതൽ 1956 വരെ. ഒന്നാം പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയത് ഏത് മേഖലയ്ക്കാണ്? കാർഷിക മേഖലയ്ക്ക്. ഓർത്തു വയ്ക്കുക. പി എസ് സിയും ദേവസ്വം ബോർഡും ഒക്കെ എപ്പോഴും ചോദിക്കാറുണ്ട്. എന്താണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി മുൻഗണന നൽകിയത് കാർഷിക മേഖലയ്ക്കാണ്. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായി ചേർത്തിരിക്കുന്നത്? ഓപ്ഷൻ ബി അനുച്ഛേദം 17 അയിത്തോച്ചാടനം. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായി ചേർത്തിരിക്കുന്നത് അനുച്ഛേദം 17 അയിത്തോച്ചാടനം. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം? ഓപ്ഷൻ സി 21. പഞ്ചായത്ത് അംഗമായി മത്സരിക്കാൻ ആവശ്യമായ കുറഞ്ഞ പ്രായം 21 വയസ്സ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചത് ആര്? ഓപ്ഷൻ ഡി നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് വിശേഷിപ്പിച്ചതാരാണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ്. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത്? ഓപ്ഷൻ എ ലാൽ ബഹദൂർ ശാസ്ത്രി. ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് ലാൽ ബഹദൂർ ശാസ്ത്രി. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഓപ്ഷൻ ബി 1946. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം 1946. ഗോവർദ്ധനന്റെ യാത്രകൾ ആരെഴുതിയതാണ്? ഓപ്ഷൻ ഡി ആനന്ദ്. ഗോവർദ്ധനന്റെ യാത്രകൾ ആരെഴുതിയതാണ്? ആനന്ദ്. ഏത് ഭരണാധികാരിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത്? ഓപ്ഷൻ എ റാണി ഗൗരി ലക്ഷ്മി ഭായി. ഏത് ഭരണാധികാരിയുടെ കാലത്താണ് തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിയത്? റാണി ഗൗരി ലക്ഷ്മി ഭായിയുടെ കാലത്ത്. ബഫല്ലോ നാഷണലിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ ബി കാഞ്ച ഇളയ്യ. ബഫല്ലോ നാഷണലിസം എന്ന പുസ്തകത്തിന്റെ രചയിതാവ് കാഞ്ച ഇളയ്യ. ഭരണഘടനാ നിർമ്മാണ സമിതി വന്ദേമാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത്? ഓപ്ഷൻ സി 1950 ജനുവരി 24. ഭരണഘടനാ നിർമ്മാണ സമിതി വന്ദേമാതരത്തെ ദേശീയ ഗീതമായി അംഗീകരിച്ചത് 1950 ജനുവരി 24. കേരളത്തിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദി? ഓപ്ഷൻ ഡി കബനി. കേരളത്തിൽ പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദി കബനി. 1984 മെയ് 24 രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏത്? ഓപ്ഷൻ എ കാസർഗോഡ്. 1984 മെയ് 24 രൂപം കൊണ്ട കേരളത്തിലെ ജില്ല ഏതാണ്? കാസർഗോഡ്. പൗരത്വ നിയമം പാർലമെന്റ് അവസാനമായി ഭേദഗതി ചെയ്തതെന്ന്? ഓപ്ഷൻ ബി 2019 ഡിസംബറിൽ. പൗരത്വ നിയമം പാർലമെന്റ് അവസാനമായി ഭേദഗതി ചെയ്തതെന്നാണ്? 2019 ഡിസംബറിൽ. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ഓപ്ഷൻ സി ജോസഫ് മുണ്ടശ്ശേരി. കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി ജോസഫ് മുണ്ടശ്ശേരി. 1937 കേരളത്തിൽ സ്ഥാപിതമായ സർവകലാശാലയുടെ പേര്? ഓപ്ഷൻ ഡി തിരുവിതാംകൂർ സർവകലാശാല. 1937 കേരളത്തിൽ സ്ഥാപിതമായ സർവകലാശാലയുടെ പേര് തിരുവിതാംകൂർ സർവകലാശാല. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ് ഇർമ 1979 സ്ഥാപിച്ചതാരാണ്? ഓപ്ഷൻ എ ഡോക്ടർ വർഗീസ് കുര്യൻ. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റൂറൽ മാനേജ്മെന്റ് ആനന്ദ്
ഇർമ 1979 സ്ഥാപിച്ചതാരാണ്? ഡോക്ടർ വർഗീസ് കുര്യൻ. കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രമേത്? ഓപ്ഷൻ ബി തെന്മല. കേരളത്തിലെ ആദ്യത്തെ ആസൂത്രിത ഇക്കോ ടൂറിസം കേന്ദ്രമേതാണ്? തെന്മല. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിര അംഗങ്ങളിൽ ഉൾപ്പെടാത്തത് ആര്? ഓപ്ഷൻ സി ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിര അംഗങ്ങളിൽ ഉൾപ്പെടാത്ത ആരാണ്? ഇന്ത്യ. ഐക്യരാഷ്ട്രസഭയിലെ സുരക്ഷാ കൗൺസിലിലെ സ്ഥിര അംഗങ്ങളുടെയും അതുപോലെ ഐക്യരാഷ്ട്രസഭയിലെ ഭാഷകളും ഓർത്തു വെക്കാനായിട്ടുള്ള കോഡ് ചാനലിലുണ്ട്. അപ്പം നിങ്ങൾ ഷോർട്സിൽ നോക്കിയാൽ മതി കേട്ടോ. സൂപ്പറായിട്ടുള്ള കോഡാണ്. ഒരൊറ്റ കോഡ്, ഒരു കോഡ് പഠിച്ചാൽ മതി. അതിനകത്തുനിന്ന് ഐക്യരാഷ്ട്രസഭയിലെ സ്ഥിര അംഗങ്ങളെയും അതുപോലെ ഐക്യരാഷ്ട്രസഭയിലെ ഭാഷകളെ ഓർത്തു വയ്ക്കാൻ പറ്റും കേട്ടോ. അതിൻ്റെ ലിങ്ക് ഞാൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാവേ. ഓക്കെ. പിന്നെ അത് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് എൻ്റെ ഒരു ഓർമ്മ. ടെലഗ്രാം ചാനലിൽ നിങ്ങൾ ഫോട്ടോസ് എടുത്ത് നോക്കിയാൽ മതി. ഫോട്ടോസ് അതിനകത്ത് കാണും കേട്ടോ. ടെലഗ്രാം ചാനൽ ഇട്ടിട്ടുണ്ടോ എന്നൊരു ചെറിയ ഡൗട്ടുണ്ട്. പക്ഷേ എനിക്ക് എന്തായാലും നമ്മുടെ യൂട്യൂബ് ചാനലിലെ ഷോർട്സിൽ ഉറപ്പായിട്ടും ഉണ്ട്. ടെലഗ്രാം ചാനൽ ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. നോക്കണം കേട്ടോ. നിങ്ങളൊന്ന് പോയി നോക്ക് കേട്ടോ. ഓക്കെ. ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലുണ്ട്. ടെലഗ്രാം ചാനലിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ട്സ് ഇതുപോലെയുള്ള കോഡുകളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. അപ്പോൾ താല്പര്യമുള്ളവർ സ്റ്റഡി വിൻ PSC ടെലഗ്രാം ചാനലിലും കൂടെ ജോയിൻ ചെയ്യുക. ഓക്കെ. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് ഏത്? ഓപ്ഷൻ ഡി 243K. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പ് 243K. ലോക്പാൽ ബില്ല് പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച വർഷം? ഓപ്ഷൻ എ 1968. ലോക്പാൽ ബില്ല് പാർലമെന്റിൽ ആദ്യമായി അവതരിപ്പിച്ച വർഷം 1968. CBI രൂപീകൃതമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? ഓപ്ഷൻ സി സന്താനം കമ്മിറ്റി. CBI രൂപീകൃതമായത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്? സന്താനം കമ്മിറ്റിയുടെ. സുസ്ഥിര വികസനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച റിപ്പോർട്ട്? ഓപ്ഷൻ ബി ബ്രഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്. സുസ്ഥിര വികസനം എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച റിപ്പോർട്ട് ബ്രഡ്ലാൻഡ് കമ്മീഷൻ റിപ്പോർട്ട്. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഏത് പട്ടികയിലാണ് കാട്ടുപന്നി ഉൾപ്പെടുന്നത്? ഓപ്ഷൻ സി ഷെഡ്യൂൾ 3. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഏത് പട്ടികയിലാണ് കാട്ടുപന്നി ഉൾപ്പെടുന്നത്? ഷെഡ്യൂൾ 3. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല? ഓപ്ഷൻ ഡി പാലക്കാട്. സൈലന്റ് വാലി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന ജില്ല പാലക്കാട്. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ? ഓപ്ഷൻ എ ഡോക്ടർ BR അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരൻ ഡോക്ടർ BR അംബേദ്കർ. ബെയർഫൂട്ട് പെയിന്റർ എന്നറിയപ്പെടുന്നത് ആര്? MF ഹുസൈൻ. ബെയർഫൂട്ട് പെയിന്റർ എന്നറിയപ്പെടുന്നത് MF ഹുസൈൻ. ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷം ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഓപ്ഷൻ സി ഡൽഹൌസി. ഇന്ത്യയിലെ റെയിൽവേ സംവിധാനം നിലവിൽ വന്ന വർഷം ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആരായിരുന്നു? ഡൽഹൌസി. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം? ഓപ്ഷൻ ഡി ജമ്മു കാശ്മീർ. ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ജമ്മു കാശ്മീർ. SIR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഓപ്ഷൻ എ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. SIR എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണം. ഇലക്ഷൻ കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ 2026 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിൽ വക്കീൽ വേഷത്തിൽ ഹാജരായി വാദിച്ച മുഖ്യമന്ത്രി ആര്? മമതാ ബാനർജി. ഇലക്ഷൻ കമ്മീഷന്റെ സമഗ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ 2026 ഫെബ്രുവരിയിൽ സുപ്രീം കോടതിയിൽ വക്കീൽ വേഷത്തിൽ ഹാജരായി വാദിച്ച മുഖ്യമന്ത്രി ആരാണ്? മമതാ ബാനർജി. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ സി 2000. ഇന്ത്യൻ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് നിലവിൽ വന്ന വർഷം 2000. ജെന്നിസഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1997 മുതൽ 2012 വരെ ജനിച്ച തലമുറ. ജെന്നിസഡ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 1997 മുതൽ 2012 വരെ ജനിച്ച തലമുറ. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത് പട്ടികയിൽ അവസാനമായി ഉൾപ്പെടുത്തിയ ഭാഷകൾ? ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി. ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത് പട്ടികയിൽ അവസാനമായി ഉൾപ്പെടുത്തിയ ഭാഷകൾ ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി. ഇതും ഓർത്തു വയ്ക്കാനുള്ള കോഡ് നമ്മുടെ ഷോർട്സിൽ ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. ഞാൻ ഇട്ടതായിട്ടാണ് ഓർക്കുന്നത്. നിങ്ങളൊന്ന് പോയി നോക്കുക കേട്ടോ. ഷോർട്സ് നോക്കിയാൽ മതി.
ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത് പട്ടികയിൽ അവസാനമായി ഉൾപ്പെടുത്തിയ ഭാഷകൾ ഓർത്തു വയ്ക്കാനുള്ള കോഡുണ്ട്. ഓക്കെ, ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി. ഏതൊക്കെ ഭാഷകളാണ് ഇന്ത്യൻ ഭരണഘടനയുടെ 8ാമത് പട്ടികയിൽ അവസാനമായി ഉൾപ്പെടുത്തിയത്? ബോഡോ, ഡോഗ്രി, മൈഥിലി, സന്താളി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം ഉൾപ്പെടുത്തിയ ഭേദഗതി? ഓപ്ഷൻ ബി 42ാം ഭേദഗതി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ മതേതരത്വം എന്ന പദം ഉൾപ്പെടുത്തിയ ഭേദഗതി 42ാം ഭേദഗതി. ഓം ബിർള ആരാണ്? ഓപ്ഷൻ സി 18ാം ലോകസഭാ സ്പീക്കർ. ഓം ബിർള ആരാണ്? 18ാം ലോകസഭാ സ്പീക്കർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ജീവൽ സംബന്ധിയായ വിവരം ലഭിക്കാനുള്ള കാലയളവ്? ഓപ്ഷൻ ഡി 2 ദിവസം അഥവാ 48 മണിക്കൂർ. വിവരാവകാശ നിയമം 2005 പ്രകാരം ജീവൽ സംബന്ധിയായ വിവരം ലഭിക്കാനുള്ള കാലയളവ് 2 ദിവസം അഥവാ 48 മണിക്കൂർ. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ എ മധ്യപ്രദേശ്. സേവനാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം മധ്യപ്രദേശ്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര്? ഓപ്ഷൻ ബി VBG റാംജി. ഓർത്ത് വെച്ചോണേ, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ പുതിയ പേര് VBG റാംജി. അമേരിക്കൻ സൈന്യം പുറത്താക്കി അറസ്റ്റ് ചെയ്ത വെനിസുലൻ പ്രസിഡന്റ് ആര്? ഓപ്ഷൻ സി നിക്കോളാസ് മഡൂറോ. അമേരിക്കൻ സൈന്യം പുറത്താക്കി അറസ്റ്റ് ചെയ്ത വെനിസുലൻ പ്രസിഡന്റ് ആരാണ്? നിക്കോളാസ് മഡൂറോ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം? ഓപ്ഷൻ ഡി കർണാടകയിലെ ചാംരാജ് നഗർ ജില്ലയിൽ. ബന്ദിപ്പൂർ നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടകയിലെ ചാംരാജ് നഗർ ജില്ലയിൽ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി? ഓപ്ഷൻ ഡി ഷേർഷാ. ഗ്രാൻഡ് ട്രങ്ക് റോഡ് നിർമ്മിച്ച ഭരണാധികാരി ഷേർഷാ. 2022 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്ക്? ഓപ്ഷൻ എ ആനി എർണോ. 2022 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ആർക്കാണ്? ആനി എർണോയ്ക്ക്. 2025 അതായത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് ലാസ്ലോ ക്രാസ്ന ഹോർക്കേക്കാണ്. ഓർത്ത് വയ്ക്കുക, 2025 സാഹിത്യ നോബൽ പുരസ്കാരം ലഭിച്ചത് ലാസ്ലോ ക്രാസ്ന ഹോർക്കേക്കാണ്. നോബൽ പ്രൈസ് പഠിക്കുമ്പോൾ ഒരു 2022 മുതൽ 2025 വരെയുള്ളത് പഠിക്കുക കേട്ടോ. അത്രയും പഠിച്ചാൽ ഓർത്ത് വയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ 2024, 2025 വർഷങ്ങളിലെ നോബൽ പുരസ്കാരത്തിൻ്റെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് പഠിക്കുക. ഓക്കെ. ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്ര? ഓപ്ഷൻ ബി 9. ഒരു ബേസ്ബോൾ ടീമിലെ കളിക്കാരുടെ എണ്ണം എത്രയാണ്? 9. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ? ഓപ്ഷൻ ഡി സുകുമാർ സെൻ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. ഇന്ത്യയിലെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണേ. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണം. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ. ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓപ്ഷൻ സി ഓഗസ്റ്റ് 29. ദേശീയ കായിക ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 29. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് വ്ളോഡിമിർ സെലൻസ്കി? ഓപ്ഷൻ എ ഉക്രൈന്. ഏത് രാജ്യത്തിൻ്റെ പ്രസിഡന്റാണ് വ്ളോഡിമിർ സെലൻസ്കി? ഉക്രൈൻ. ലോകസഭയിലെ ആദ്യത്തെ സ്പീക്കർ? ഓപ്ഷൻ ബി GV മാവലങ്കർ. ലോകസഭയിലെ ആദ്യത്തെ സ്പീക്കർ GV മാവലങ്കർ. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? ഓപ്ഷൻ എ മാർച്ച് 8. അന്താരാഷ്ട്ര വനിതാ ദിനം എന്നാണ്? മാർച്ച് 8. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി? ഓപ്ഷൻ ഡി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി EMS നമ്പൂതിരിപ്പാട്. കേരളത്തിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരാണ്? VD സതീശൻ. ഓർത്ത് വയ്ക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, വെറുതെ പറഞ്ഞതേ ഉള്ളൂ. കേരളത്തിലെ ഇപ്പോഴത്തെ പുതിയ മുഖ്യമന്ത്രി VD സതീശൻ. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേൺഹാം ആണ്. ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആൻഡി ബേൺഹാം. ബ്രിട്ടനിലുള്ള ആൻഡി എന്നങ്ങ് ഓർത്ത് വെച്ചാൽ മതി. നിങ്ങൾക്കൊക്കെ UK ഒക്കെ ചിലർക്ക് ആൻറ്റിമാരൊക്കെ കാണുമല്ലോ, അപ്പോൾ അവരെ അങ്ങ് ഓർത്താൽ മതി. ബ്രിട്ടനിലെ ആൻറ്റി എന്ന് ഓർത്താൽ മതി, അല്ലെങ്കിൽ UK ആൻറ്റി എന്നൊക്കെ അങ്ങ് ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോൾ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരാണ്? ആൻഡി ബേൺഹാം. ആൻഡി ബേൺഹാം. UN സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി? ഓപ്ഷൻ എ 5 വർഷം. UN സെക്രട്ടറി ജനറലിൻ്റെ കാലാവധി 5 വർഷമാണ്. നിലവിലെ UN സെക്രട്ടറി ജനറൽ ആരാണ്? ആന്റോണിയോ ഗുട്ടറസ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. UN സെക്രട്ടറി ജനറൽ നിലവിൽ ആന്റോണിയോ ഗുട്ടറസ് ആണ്.
ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ഓപ്ഷൻ സി ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം ഓപ്ഷൻ ബി 1961. ആംനസ്റ്റി ഇന്റർനാഷണൽ സ്ഥാപിതമായ വർഷം 1961. ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? ഓപ്ഷൻ ഡി 6. ഇന്ത്യൻ ഭരണഘടനയിൽ അനുവദിച്ചിരിക്കുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം 6. ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ച് തുടങ്ങാനുള്ള പ്രായം എത്ര? ഓപ്ഷൻ ബി 18 വയസ്സ്. ഇന്ത്യയിൽ വോട്ടവകാശം വിനിയോഗിച്ച് തുടങ്ങാനുള്ള പ്രായം എത്രയാണ്? 18 വയസ്സ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആരാണ്? ഓപ്ഷൻ എ ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തയ്യാറാക്കിയത് ആര്? ജവഹർലാൽ നെഹ്റു. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഓപ്ഷൻ ഡി ഇന്ദിരാഗാന്ധി. 1975 ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുമ്പോൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി സുകന്യ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ്? ഓപ്ഷൻ എ പെൺകുട്ടികൾ. പ്രധാനമന്ത്രി സുകന്യ സമൃദ്ധി യോജന ആരുടെ ഉന്നമനം ലക്ഷ്യമാക്കിയുള്ള പദ്ധതിയാണ്? പെൺകുട്ടികളുടെ. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻ ഡി 2013. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം പാസാക്കിയ വർഷം 2013. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി ഓപ്ഷൻ ബി വിമുക്തി. ലഹരി വിമുക്ത പ്രവർത്തനങ്ങൾക്കായി കേരള സർക്കാർ തുടങ്ങിയ പദ്ധതി വിമുക്തി. സംസ്ഥാന സർക്കാരിന്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്ക് വേണ്ടി ആരംഭിച്ചതാണ്? ഓപ്ഷൻ സി ട്രാൻസ്ജെൻഡർ. സംസ്ഥാന സർക്കാരിന്റെ സമന്വയ തുടർ വിദ്യാഭ്യാസ പദ്ധതി ആർക്ക് വേണ്ടി ആരംഭിച്ചതാണ്? ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടിയിട്ട്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഓപ്ഷൻ സി തമിഴ്നാട്. വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം തമിഴ്നാട്. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ഓപ്ഷൻ ബി പി സതീദേവി. ഇപ്പോഴത്തെ കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ഓപ്ഷൻ എ ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ രംഗനാഥ മിശ്ര. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ വി രാമസുബ്രഹ്മണ്യനാണ്. ഓർത്തുവെക്കുക, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ. അതും കൂടെ ഓർത്തു വെക്കുക കേട്ടോ. ഓക്കെ. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഓപ്ഷൻ സി ആന്ധ്രാപ്രദേശ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏത്? ഓപ്ഷൻ ബി ഡിസ്കവറി. ഇന്ത്യൻ വംശജ സുനിത വില്യംസിനെ ബഹിരാകാശത്ത് എത്തിച്ച വാഹനം ഏതാണ്? ഡിസ്കവറി. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഓപ്ഷൻ ഡി ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏതാണ്? ആര്യഭട്ട. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ് ഉള്ളത്? ഓപ്ഷൻ സി 7. ലോകരാജ്യങ്ങളിൽ വലിപ്പത്തിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണുള്ളത്? 7. കേരളത്തിൽ മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ കൊച്ചി. കേരളത്തിൽ മംഗളവനം പക്ഷിസങ്കേതം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊച്ചിയിൽ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ ബി ഉത്തർപ്രദേശ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ ഡി നിലമ്പൂർ. കേരളത്തിലെ തേക്ക് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? നിലമ്പൂർ. ഇന്ത്യയിൽ വിവര സാങ്കേതിക വിദ്യാ നിയമം പാസാക്കിയ വർഷം ഓപ്ഷൻ എ 2000. ഇന്ത്യയിൽ വിവര സാങ്കേതിക വിദ്യാ നിയമം പാസാക്കിയ വർഷം 2000. സമത്വ സമാജം സ്ഥാപിച്ചത് ആര്? ഓപ്ഷൻ ഡി വൈകുണ്ഠസ്വാമികൾ. സമത്വ സമാജം സ്ഥാപിച്ചതാരാണ്? വൈകുണ്ഠസ്വാമികൾ. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം ഓപ്ഷൻ ബി 1888. ശ്രീനാരായണ ഗുരു അരുവിപ്പുറം ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം 1888. കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നത് എന്ന്? ഓപ്ഷൻ എ 1956 നവംബർ 1. കേരള സംസ്ഥാനം ഔദ്യോഗികമായി നിലവിൽ വന്നതെന്നാണ്? 1956 നവംബർ 1. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയതാര്? ഓപ്ഷൻ സി പണ്ഡിറ്റ് കറുപ്പൻ. ജാതിക്കുമ്മി എന്ന കൃതി എഴുതിയതാരാണ്? പണ്ഡിറ്റ് കറുപ്പൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഓപ്ഷൻ ബി കെ കേളപ്പൻ.
കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ്? കെ കേളപ്പനെ. ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത്? ഓപ്ഷൻ സി ഏപ്രിൽ 24. ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് ഏപ്രിൽ 24. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്ര? 21 വയസ്സ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് മത്സരിക്കുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 21 വയസ്സ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല? ഓപ്ഷൻ ഡി ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കിയാണ്. അതും കൂടി ഒന്ന് ഓർത്ത് വെച്ചോണേ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഓപ്ഷൻ എ തൃശ്ശൂർ. കേരള ലളിതകലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? തൃശ്ശൂരിൽ. എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്? ഓപ്ഷൻ ബി 10 വർഷം. എത്ര വർഷത്തിലൊരിക്കലാണ് ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത്? 10 വർഷം. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി? ഓപ്ഷൻ സി ഗംഗ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഗംഗ. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം? ഓപ്ഷൻ ബി ആന്ധ്രാപ്രദേശ്. ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി? ഓപ്ഷൻ എ ബച്ചേന്ദ്രി പാൽ. എവറസ്റ്റ് കൊടുമുടി കീഴടക്കിയ ആദ്യ ഇന്ത്യക്കാരി ബച്ചേന്ദ്രി പാൽ. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ആരെ? ഓപ്ഷൻ ബി റോബർട്ട് ഓവൻ. ലോക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവായി കണക്കാക്കുന്നത് ആരെയാണ്? റോബർട്ട് ഓവനെ. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്ര? ഓപ്ഷൻ സി 21%. അന്തരീക്ഷത്തിലെ ഓക്സിജന്റെ അളവ് എത്രയാണ്? 21%. റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ ഹെൻറി ഡുനന്റ്. റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ആരാണ്? ഹെൻറി ഡുനന്റ്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം? ഓപ്ഷൻ സി മനില. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ജൂലൈ 11. ലോക ജനസംഖ്യാ ദിനം എന്നാണ്? ജൂലൈ 11. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാണ്? ഓപ്ഷൻ സി എം.എൻ. ഗോവിന്ദൻ നായർ. കേരളത്തിൽ ലക്ഷം വീട് പദ്ധതിക്ക് തുടക്കം കുറിച്ചതാരാണ്? എം.എൻ. ഗോവിന്ദൻ നായർ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്? ഓപ്ഷൻ ബി പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആരാണ്? പ്രതിഭ പാട്ടീൽ. ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ് കേട്ടോ. ഇന്ത്യയുടെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റ് ദ്രൗപദി മുർമുവാണ്. ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റ് ആരാണ്? ദ്രൗപദി മുർമുവാണ്. ഓക്കെ, ഇന്ത്യയിലെ രണ്ടാമത്തെ വനിതാ പ്രസിഡന്റും ഇന്ത്യയുടെ നിലവിലെ പ്രസിഡന്റും ആരാണ്? ദ്രൗപദി മുർമു. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് പ്രതിഭ പാട്ടീൽ. കേരളത്തിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് ആര്? ഓപ്ഷൻ സി അയ്യങ്കാളി. കേരളത്തിൽ വില്ലുവണ്ടി സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? അയ്യങ്കാളി. ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ ആര്? ഓപ്ഷൻ എ മാർക്ക് സുക്കർബർഗ്. ഫേസ്ബുക്കിന്റെ സ്ഥാപകൻ ആരാണ്? മാർക്ക് സുക്കർബർഗ്. 1941 കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? ഓപ്ഷൻ ഡി കാസർഗോഡ്. 1941 കയ്യൂർ സമരം നടന്ന ജില്ല ഏതാണ്? കാസർഗോഡ്. മിസോറാമിന്റെ തലസ്ഥാനം? ഓപ്ഷൻ ബി ഐസ്വാൾ. മിസോറാമിന്റെ തലസ്ഥാനം ഐസ്വാൾ. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്? ഓപ്ഷൻ സി 356 വകുപ്പ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പ് പ്രകാരമാണ് സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ഏർപ്പെടുത്തുന്നത്? 356 വകുപ്പ്. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ്? ഓപ്ഷൻ എ 6 വർഷം. രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി 6 വർഷം. പ്രവാസം എന്ന കൃതി രചിച്ചതാര്? ഓപ്ഷൻ ബി എം മുകുന്ദൻ. പ്രവാസം എന്ന കൃതി രചിച്ചതാരാണ്? എം മുകുന്ദൻ. ഇന്ത്യൻ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏത്? ഓപ്ഷൻ സി ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ഇന്ത്യൻ സിനിമാ രംഗത്ത് നൽകുന്ന ഏറ്റവും ഉയർന്ന അവാർഡ് ഏതാണ്? ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ്. ലോക ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? ഓപ്ഷൻ എ 1970 മുതൽ. ലോക ഭൗമദിനം ആചരിച്ചു തുടങ്ങിയത് എന്നു മുതലാണ്? 1970. എന്നാണ് ലോക ഭൗമദിനം? ഏപ്രിൽ 22 കേട്ടോ. ഓർത്തു വയ്ക്കുക, ലോക ഭൗമദിനം എന്നാണ്? ഏപ്രിൽ 22. 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണാധികാരി? റാണി ഗൗരി ലക്ഷ്മി ഭായി. 1812 തിരുവിതാംകൂറിൽ അടിമക്കച്ചവടം നിർത്തലാക്കിക്കൊണ്ടുള്ള ഉത്തരവ് പുറപ്പെടുവിച്ച ഭരണാധികാരി? റാണി ഗൗരി ലക്ഷ്മി ഭായി. ഏറെ പെരുമ നേടിയ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട സിനിമാ ഗാനമാണ് ധ്വനി എന്ന മലയാള ചിത്രത്തിലെ ജാനകി ജാനേ രാമ രാമ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനത്തിന്റെ രചയിതാവ്? ഓപ്ഷൻ ബി യൂസഫ് അലി കച്ചേരി. ഏറെ പെരുമ നേടിയ സംസ്കൃതത്തിൽ എഴുതപ്പെട്ട സിനിമാ ഗാനമാണ് ധ്വനി എന്ന മലയാള ചിത്രത്തിലെ ജാനകി ജാനേ രാമ രാമ എന്ന് തുടങ്ങുന്ന ഗാനം. ഈ ഗാനത്തിന്റെ രചയിതാവ് യൂസഫ് അലി കച്ചേരി. 1836 സമസ്ത സമാജം സ്ഥാപിച്ചു.
ബ്രിട്ടീഷ് ഭരണാധികാരികളെ വെളുത്ത ചെകുത്താന്മാർ എന്ന് വിശേഷിപ്പിച്ചു. എല്ലാ ജാതിക്കാർക്കുമായി പൊതു കിണറുകൾ നിർമ്മിച്ചു. ഏത് സാമൂഹിക പരിഷ്കർത്താവിനെ ആണ് ഇക്കാര്യങ്ങൾ കൊണ്ട് തിരിച്ചറിയാനാവുക? ഓപ്ഷൻ ഡി അയ്യ വൈകുണ്ഠർ. 1836 സമത്വ സമാജം സ്ഥാപിച്ചു. ബ്രിട്ടീഷ് ഭരണാധികാരികളെ വെളുത്ത ചെകുത്താന്മാർ എന്ന് വിശേഷിപ്പിച്ചു. എല്ലാ ജാതിക്കാർക്കുമായി പൊതു കിണറുകൾ നിർമ്മിച്ചു. ഏത് സാമൂഹിക പരിഷ്കർത്താവിനെയാണ് ഇക്കാര്യങ്ങൾ കൊണ്ട് തിരിച്ചറിയാനാവുക? അയ്യ വൈകുണ്ഠർ. ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 റിപ്പോർട്ട് തയ്യാറാക്കാൻ രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ? ഓപ്ഷൻ സി കെ കസ്തൂരിരംഗൻ. ഇന്ത്യയുടെ ദേശീയ വിദ്യാഭ്യാസ നയം 2020 റിപ്പോർട്ട് തയ്യാറാക്കാൻ രൂപീകരിച്ച സമിതിയുടെ ചെയർമാൻ കെ കസ്തൂരിരംഗൻ. ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം? ഓപ്ഷൻ എ GSLV Mk3. ചാന്ദ്രയാൻ 2 വിക്ഷേപിക്കാൻ ഉപയോഗിച്ച വിക്ഷേപണ വാഹനം GSLV Mk3. 2020 ന്യൂസിലൻഡ് മന്ത്രിസഭയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയായ മലയാളി വനിത? ഓപ്ഷൻ ഡി പ്രിയങ്ക രാധാകൃഷ്ണൻ. 2020 ന്യൂസിലൻഡ് മന്ത്രിസഭയിൽ ഇടം നേടിയ ഇന്ത്യൻ വംശജയായ മലയാളി വനിത പ്രിയങ്ക രാധാകൃഷ്ണൻ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. ഇന്ത്യയുടെ ദേശീയ കായിക ദിനം എന്നാണ്? ഓപ്ഷൻ എ ഓഗസ്റ്റ് 29. ഇന്ത്യയുടെ ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29. 2020 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത്? UN വേൾഡ് ഫുഡ് പ്രോഗ്രാം. 2020 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചത് UN വേൾഡ് ഫുഡ് പ്രോഗ്രാമിന്. ലേറ്റസ്റ്റ് ആയിട്ട് 2025 സമാധാനത്തിനുള്ള നോബൽ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് മരിയ കൊറീന മച്ചാഡോയ്ക്കാണ്. 2020 സമാധാന നോബൽ പുരസ്കാരം ലഭിച്ചത് മരിയ കൊറീന മച്ചാഡോയ്ക്ക്. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. സുപ്രസിദ്ധമായ ഈ വരികൾ ജാതി വ്യവസ്ഥയ്ക്കെതിരെ കുമാരനാശാൻ എഴുതിയ ഒരു കാവ്യത്തിലേതാണ്? ഏതാണ് ആ കൃതി? ഓപ്ഷൻ സി ചണ്ടാല ഭിക്ഷുകി. ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ. സുപ്രസിദ്ധമായ ഈ വരികൾ ജാതി വ്യവസ്ഥയ്ക്കെതിരെ കുമാരനാശാൻ എഴുതിയ ഒരു കാവ്യത്തിലേതാണ്? ഏതാണ് ആ കൃതി? ചണ്ടാല ഭിക്ഷുകി. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ഓപ്ഷൻ ഡി വൈസ് പ്രസിഡന്റ്. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? വൈസ് പ്രസിഡന്റ്. ഇപ്പോഴത്തെ ഇന്ത്യയുടെ വൈസ് പ്രസിഡന്റ് ആരാണ്? CP രാധാകൃഷ്ണൻ. ഓർത്തു വെച്ചോണെ, ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി അഥവാ വൈസ് പ്രസിഡന്റ് ആരാണ്? CP രാധാകൃഷ്ണൻ. ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് പ്രഥമ സംഗീതോപകരണമായി കണക്കാക്കുന്നത് രുദ്രവീണയാണ്. രുദ്രവീണയ്ക്ക് രൂപം കൊടുത്തത് ആര് എന്നാണ് പുരാണാധിഷ്ഠിതമായ വിശ്വാസം? ശിവപാർവതിമാര് കേട്ടോ. ഇന്ത്യൻ മിത്തോളജി അനുസരിച്ച് പ്രഥമ സംഗീതോപകരണമായി കണക്കാക്കുന്നത് രുദ്രവീണയാണ്. രുദ്രവീണയ്ക്ക് രൂപം കൊടുത്തത് ആരെന്നാണ് പുരാണാധിഷ്ഠിതമായ വിശ്വാസം? ശിവപാർവതിമാർ. സുപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്? ഓപ്ഷൻ സി ഗുരുവായൂർ ദേവസ്വം. സുപ്രസിദ്ധമായ ഗുരുവായൂർ ക്ഷേത്രം ഏത് ദേവസ്വം ബോർഡിന്റെ കീഴിലാണ്? ഗുരുവായൂർ ദേവസ്വത്തിന്റെ. നഗ്നനായ തമ്പുരാൻ എന്ന ചെറു നോവലിന്റെ കർത്താവ് ആരാണ്? ഓപ്ഷൻ എ M മുകുന്ദൻ. നഗ്നനായ തമ്പുരാൻ എന്ന ചെറു നോവലിന്റെ കർത്താവ് ആരാണ്? M മുകുന്ദൻ. ഈ പ്രസ്താവനകൾ ശ്രദ്ധിച്ചു വായിക്കുക. ഓക്കെ, ഈ പ്രസ്താവനകളിൽ തന്നിരിക്കുന്ന 3 പ്രസ്താവനകളും ശരിയാണ്. അപ്പം അതൊന്ന് വായിക്കുക. ശരിയായ പ്രസ്താവനകൾ അവിടെ തന്നിരിക്കുന്നത് കേട്ടോ. ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് സമഗ്ര സംഭാവനകൾ നൽകുന്നവർക്കുള്ള അവാർഡാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. അടൂർ ഗോപാലകൃഷ്ണൻ ഫാൽക്കെ അവാർഡ് നേടിയിട്ടുണ്ട്. അപ്പം ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. അപ്പോൾ ആ ശരിയായ പ്രസ്താവനകളൊന്ന് വായിക്കുവാണ്. ദാദാസാഹിബ് ഫാൽക്കെ ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ സിനിമയുടെ വളർച്ചയ്ക്ക് സമഗ്ര സംഭാവന നൽകുന്നവർക്കുള്ള അവാർഡാണ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ്. അടൂർ ഗോപാലകൃഷ്ണൻ ഫാൽക്കെ അവാർഡ് നേടിയിട്ടുണ്ട്. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആരെഴുതിയ കൃതിയാണ്? ഓപ്ഷൻ ഡി ടി മാധവറാവു. ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ആരെഴുതിയ കൃതിയാണ്? ടി മാധവറാവു. എൻ്റെ ജീവിത സ്മരണകൾ, പഞ്ചകല്യാണി നിരൂപണം എന്നീ കൃതികൾ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്തു പത്മനാഭൻ. എൻ്റെ ജീവിത സ്മരണകൾ, പഞ്ചകല്യാണി നിരൂപണം എന്നീ കൃതികൾ എഴുതിയ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? മന്നത്തു പത്മനാഭൻ. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി മത്സ്യസമ്പത്തിന്റെ ഉൽപാദന വളർച്ച. നീലവിപ്ലവം എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മത്സ്യസമ്പത്തിന്റെ ഉൽപാദന വളർച്ച. സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത്? ഓപ്ഷൻ ബി സ്വേദനം. സസ്യങ്ങളിലെ ബാഷ്പീകരണം അറിയപ്പെടുന്നത് സ്വേദനം. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആയിരുന്നു. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ കാലാഹിരൻ എന്ന വിളിപ്പേര് ടീമിലെ സ്ട്രൈക്കർ 1999 ഏറ്റവും മികച്ച ഫുട്ബോളർ, ഈ വിശേഷണങ്ങളെല്ലാം ഏറ്റവും യോജിക്കുന്നത് ആർക്കാണ്? IM വിജയന്. മുൻ ഇന്ത്യൻ ഫുട്ബോൾ ക്യാപ്റ്റൻ
കാലാഹിരൺ എന്ന വിളിപ്പേര്, ടീമിൽ സ്ട്രൈക്കർ, 1999 ഏറ്റവും മികച്ച ഫുട്ബോൾ. ഈ വിശേഷണങ്ങളെല്ലാം ഏറ്റവും യോജിക്കുന്നത് ആർക്കാണ്? IM വിജയന്. ചന്ദ്രശങ്കര എന്നറിയപ്പെടുന്നത് ഏതു വിളയിലെ സങ്കര ഇനമാണ്? ഓപ്ഷൻ ബി തേങ്ങ. ചന്ദ്രശങ്കര എന്നറിയപ്പെടുന്നത് ഏതു വിളയിലെ സങ്കര ഇനമാണ്? തേങ്ങയുടെ. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലാണ്. ഏതു പഞ്ചായത്താണ്? ഓപ്ഷൻ എ മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇ പേയ്മെന്റ് ഗ്രാമപഞ്ചായത്ത് കേരളത്തിലാണ്. ഏതു പഞ്ചായത്താണ്? മഞ്ചേശ്വരം, കാസർഗോഡ് ജില്ലയിലാണ്. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആര്? ഓപ്ഷൻ ബി സക്കറിയ. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ എഴുത്തുകാരൻ ആരാണ്? സക്കറിയാണ് കേട്ടോ. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ളയ്ക്കാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ളയ്ക്കാണ്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവനാണ്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. രണ്ടായിരത്തി 23, 24, 25 ഓർത്ത് വെക്കുക കേട്ടോ. ഏറ്റവും ലേറ്റസ്റ്റ് ആണ്, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എന്നാലും ഇത് 3 എണ്ണം കൂടെ ഓർത്ത് വെച്ചു, കാരണം ഏത് വേണമെങ്കിലും ചോദിക്കാം. ഒന്നുകൂടി പറയാം. 2020 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് സക്കറിയ. 2023 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയിരിക്കുന്നത് SK വസന്തൻ. 2024 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് NS മാധവൻ. 2025 എഴുത്തച്ഛൻ പുരസ്കാരം നേടിയത് KG ശങ്കരപിള്ള. നാട്യശാസ്ത്രത്തിന്റെ കർത്താവ്? ഓപ്ഷൻ ഡി ഭരതമുനി. നാട്യശാസ്ത്രത്തിന്റെ കർത്താവ് ഭരതമുനി. മധ്യനിര ബാറ്റ്സ്മാൻ, 99 ടെസ്റ്റും 334 ഏകദിനവും കളിച്ചിട്ടുണ്ട്. മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റനാണ്. മുറാദാബാദിൽ നിന്നുള്ള മുൻ MP ആണ്. ഈ വിശേഷണങ്ങളെല്ലാം യോജിക്കുന്ന ക്രിക്കറ്റ് താരം? ഓപ്ഷൻ ബി അസറുദ്ദീൻ. മധ്യനിര ബാറ്റ്സ്മാൻ, 99 ടെസ്റ്റും 334 ഏകദിനവും കളിച്ചിട്ടുണ്ട്. മുൻ ഇന്ത്യൻ ടീം ക്യാപ്റ്റനാണ്. മുറാദാബാദിൽ നിന്നുള്ള മുൻ MP ആണ്. ഈ വിശേഷണങ്ങളെല്ലാം യോജിക്കുന്ന ക്രിക്കറ്റ് താരം? അസറുദ്ദീൻ. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി? ഓപ്ഷൻ എ അബ്ദുൽ കലാം ആസാദ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൽ കലാം ആസാദ്. ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ? ഓപ്ഷൻ സി GV മാവലങ്കർ. ലോകസഭയുടെ ആദ്യത്തെ സ്പീക്കർ GV മാവലങ്കർ. സുപ്രസിദ്ധമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഓപ്ഷൻ സി ഉത്തരാഖണ്ഡ്. സുപ്രസിദ്ധമായ കേദാർനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡ്. ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ഓപ്ഷൻ ബി ജയന്തി പട്നായിക്. ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ജയന്തി പട്നായിക്. ഇന്ത്യയുടെ ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർപേഴ്സൺ വിജയ കിഷോർ രഹത്കർ ആണ്. അതും ഒന്ന് ഓർത്ത് വെച്ചോളും കേട്ടോ. ഇന്ത്യയുടെ നിലവിലെ ദേശീയ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സൺ ആരാണ്? വിജയ കിഷോർ രഹത്കർ.